എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തുകൂടെയായ ശ്രീ സണ്ണി എം കവിക്കാട്, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ നാടിൻ്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന, ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ അദൃശ്യമായിട്ടെങ്കിലും ജീവിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊച്ചേട്ടൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ഈ ദിവസം, ഈ ചടങ്ങിൽ എന്നെയും പങ്കുചേർത്തതിന് സംഘാടകരോട്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുകൂടെയായ പ്രിയപ്പെട്ട ബാബുരാജ് മാഷിനോട്, മറ്റ് സംഘാടകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ TM യേശുദാസൻ സാറ്, അദ്ദേഹം നിരന്തരം പറയുന്നൊരു കാര്യം, ഓർമ്മിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. സ്മരണ പുതുക്കുക, സ്മരിക്കുക എന്നുള്ളത് ഒരു ചടങ്ങല്ല, മറിച്ച് അതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ്. കൊച്ചേട്ടനെ നമ്മളിന്ന് ഇവിടെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ എഴുത്തിൽ കൂടിയും കർമ്മമണ്ഡലത്തിൽ കൂടിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഇന്ന് വീണ്ടും ഓർമ്മിച്ചെടുക്കുന്നതും ആ രാഷ്ട്രീയത്തെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. കൊച്ചേട്ടനെ ഞാൻ ആദ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മാർക്സിൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ രൂപം നമുക്കറിയാം, നീണ്ട താടിയുമൊക്കെ എന്നെ എപ്പോഴും മാർക്സിനെ അനുസ്മരിപ്പിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ എൻ്റെ വിദ്യാർത്ഥി കാലത്തൊക്കെ ചിന്താരൂപീകരണത്തിലൊരു മാർക്സിസ്റ്റ് ഫേസിൽ കൂടെയാണ് ഞാനും കടന്നുപോയത് ആ സമയത്ത്. അതുകൊണ്ട് പെട്ടെന്ന് കൊച്ചേട്ടനിൽ മാർക്സിനെ കാണുവാനും മാർക്സിനെ വായിക്കുവാനുമൊക്കെ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ കാലഘട്ടം കടന്ന് മുന്നോട്ട് പോയപ്പോൾ കൊച്ചേട്ടനെ ആഴത്തിൽ വായിക്കുകയും അടുത്തറിയുകയും കൂടുതൽ ചെയ്തപ്പോൾ, പിന്നീട് ഞാൻ മുഖത്തും അദ്ദേഹത്തിൻ്റെ തൂലികയിലും എഴുത്തുകളിലും സംസാരത്തിലുമൊക്കെ പിന്നീട് ഞാൻ കണ്ടത് അംബേദ്കറിനെയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കറിനെയാണ് ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രത്യേക രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലം കേരളത്തെ എത്രമാത്രം ആ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ മറ്റൊരു സമുദായത്തിലെ അംഗമായിരുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന ഇത്രയും പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തി ഇന്ന് എങ്ങനെയായിരുന്നു അനുസ്മരിക്കപ്പെടേണ്ടത്? അവിടെയാണ് അദ്ദേഹം നിരന്തരം ജാതിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിയത്. അദ്ദേഹം നിരന്തരം പ്രശ്നവൽക്കരിച്ച ഒരു പ്രശ്നമായിരുന്നു, വിഷയമായിരുന്നു അടിസ്ഥാന സമൂഹങ്ങളുടെ കർത്തൃത്വം, ഏജൻസി ഓഫ് ദി ഒപ്രസ്ഡ്. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കർത്തൃത്വം അത് നിഷേധിക്കുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന പുരോഗമന കേരളവും
പുരോഗമന രാഷ്ട്രീയവും ഒക്കെ ഇവിടെ വികസിച്ചു. സണ്ണി മാഷ് ഓർപ്പിച്ചതുപോലെ EMS എന്ന മഹാമേരു അദ്ദേഹം ആദർശവൽക്കരിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ പേരുള്ള ആദിശങ്കരനെയാണ്. ആദിശങ്കരനിൽ കൂടെയാണ് ഇവിടെ വിജ്ഞാനമുണ്ടായതെന്ന്, വൈജ്ഞാനിക മണ്ഡലമുണ്ടായതെന്നുമൊക്കെ പറഞ്ഞ മഹാമേരുവായിരുന്നു EMS. ഞാൻ ചെങ്കറ സമരത്തിൽ കൊച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് പങ്കുചേരുമ്പോൾ ഒരിക്കൽ അന്ന് ലാഹഗോപാലൻ സാറിനോട് പറഞ്ഞു, പിന്നീട് ഞാനത് എഴുതിയിട്ടുമുണ്ട്, 2 ശങ്കരന്മാരാണ് കേരളത്തിൽ അടിസ്ഥാന സമൂഹങ്ങളെ അദൃശ്യവൽക്കരിച്ചത്. അത് വലിയ ദ്രോഹമായിരുന്നു. ഒന്നാമത്തെ ശങ്കരനാണ് ആദിശങ്കരൻ, രണ്ടാമത്തെ ശങ്കരൻ EMS തന്നെയായിരുന്നു സാക്ഷാൽ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അത് പറയാനൊക്കെ പലർക്കും പേടിയൊക്കെയാണ്, പക്ഷെ സത്യം അതാണ്. അദ്ദേഹം എഴുതിയ എത്രയോ പേജുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ എവിടെയാണ്? ആരും ചോദിക്കത്തില്ല അങ്ങനെയുള്ളത്. അതുകൊണ്ട് അടിസ്ഥാന സമൂഹങ്ങളെ അദൃശ്യവൽക്കരിക്കുകയും തമസ്കരിക്കുകയും ചെയ്ത് എന്തെങ്കിലും നന്മകൾ അവർക്ക് വന്നാൽ അതെല്ലാം ഞങ്ങളുടെ കർത്തൃത്വത്തിൽ കൂടെയാണെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചൊരു നറേറ്റീവ്, ഒരു ഹിസ്റ്ററിയോഗ്രഫി നിർമ്മിച്ചതിനെതിരെ നിരന്തരം ആശയങ്ങൾ കൊണ്ടും കർമ്മം കൊണ്ടും പോരാടിയ, അതിനൊരു ബദൽ ചരിത്രപരത, ചരിത്ര രീതിശാസ്ത്രം, ഒരു ബദൽ സംസ്കാരം, ഒരു കൗണ്ടർ കൾച്ചർ, കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കിയ ദിഷണാശാലിയായിരുന്നു KK കൊച്ച് എന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു വർഷത്തിനകം തന്നെ വലിയ സ്മാരകങ്ങളൊക്കെ സർക്കാർ തലത്തിലുണ്ടായിപ്പോയേനെ. അദ്ദേഹം ബുദ്ധിപരമായി ദൈക്ഷണികമായി തൻ്റെ ആശയങ്ങളും തൻ്റെ സ്വത്വവും ആരുടെ മുമ്പിലും അടിയറ വയ്ക്കുവാൻ തയ്യാറായില്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു ഐക്കണോക്ലാസ്റ്റായിട്ടാണ്, വിഗ്രഹഭഞ്ജകൻ. നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പുരോഗമന കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്ന സാധനം അടിച്ചേൽപ്പിച്ച ചില വിഗ്രഹങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഞാൻ പറഞ്ഞ EMS. അങ്ങനെയുള്ള എത്രയോ വിഗ്രഹങ്ങളെയാണ് അദ്ദേഹം തച്ചുടച്ച് പോയത്. ദീർഘമായി പ്രസംഗിക്കാൻ സമയമില്ല, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ചിന്താവിഷ്ടിയായ സീതയെക്കുറിച്ച് അദ്ദേഹം സാഹിത്യ നിരൂപണം നടത്തുമ്പോൾ കുമാരനാശാൻ നമ്മുടെയൊക്കെ മനസ്സിൽ ആരായിരുന്നു? കേരളം കണ്ട ഏറ്റവും വിപ്ലവകാരിയായ കവി എന്നാണ് ഞാനുമൊക്കെ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു. പക്ഷേ കുമാരനാശാനെ കൊച്ചേട്ടൻ വായിച്ചതും മനസ്സിലാക്കിയതും വ്യാഖ്യാനിച്ചതും നമുക്കൊരു പുതിയ പാഠമായിരുന്നു, ഒരു പാഠഭേദമായിരുന്നു. ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്ന ഹിന്ദുത്വ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മ വായനയിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആദ്യം അത് മനസ്സിലായില്ല. പക്ഷെ ആഴത്തിൽ കുമാരനാശനെയും ചിന്താവിഷ്ടിയായ സീതയും ഒക്കെ പഠിക്കുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്നത് സവർണ ഫാഷിസമാണെന്നും ഹിന്ദുത്വയാണെന്നും മനസ്സിലാക്കുവാനായിട്ട് കൊച്ചേട്ടൻ നമുക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തരേണ്ടി വന്നു. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഗുരുതുല്യൻ, ഞാൻ ബഹുമാനിക്കുന്ന യേശുദാസൻ സാറ്, അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങൾ അടുത്തിടയ്ക്ക് ഒരു പുസ്തകമായിട്ട് ആൽമണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചു. അതിനകത്തും പറയുന്നുണ്ട് ആശാനെക്കുറിച്ചുള്ള ഈ ഒരു പുതിയ വ്യാഖ്യാനം, വായന. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് അദ്ദേഹം പറയാൻ കാരണം നമ്മളായിട്ടത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ തകർക്കപ്പെടും. അതുകൊണ്ട് ചില പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ വരുത്തുക ഹിന്ദുമതത്തിൽ, അല്ലെങ്കിൽ ഇത് പാടെ നശിച്ചു പോകും. അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ നമ്മൾ തന്നെ ചിലതൊക്കെ വരുത്തിയെന്ന് വയ്ക്കുക എന്നുള്ളതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റും. അതൊരു പേടിയുടെ സ്വരമാണ്. പക്ഷെ നമ്മളിതിനെയൊക്കെ ആദർശവൽക്കരിച്ച് കുമാരനാശാനാണ് ഏറ്റവും വലിയ വിപ്ലവ കവി എന്നുള്ള രീതിയിലുള്ള ആഖ്യാനങ്ങളിൽ നമ്മളുമൊക്കെ വീണുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെയാണ് കൊച്ചേട്ടൻ
വെല്ലുവിളിച്ചതും ഒരു പുതിയ കാലവും ഒരു പുതിയ സംസ്കാരവും ഒരു പുതിയ രാഷ്ട്രീയ ബോധവും ഒരു പുതിയ ചരിത്രാഖ്യാനവും നമ്മുടെ മുമ്പിൽ വായനയിൽ കൂടിയും എഴുത്തിൽ കൂടിയും കർമ്മമണ്ഡലങ്ങളിൽ കൂടിയും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ചതും നമ്മളത് സ്വീകരിച്ചതും അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. ഡോക്ടർ അംബേദ്കർ സ്വപ്നം കണ്ട സമൂഹത്തിൻ്റെ ഇന്ന് നെഗ്രി ഒക്കെ പറയുന്ന മൾട്ടിറ്റ്യൂഡിൻ്റെ രാഷ്ട്രീയം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കൊച്ചേട്ടൻ തൻ്റെ രചനയിൽ കൂടി കമ്മ്യൂണിറ്റി, സമുദായം, അടിസ്ഥാന സമൂഹങ്ങൾ എന്നുള്ള ആ ആശയവ്യാപാരം നടത്തിയതാണ്. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലായതുകൊണ്ട് അദ്ദേഹത്തെ നെഗ്രി എന്ന് നമ്മൾ വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹാർട്ടും നെഗ്രിയും ഒക്കെ പറഞ്ഞതിനേക്കാൾ ആഴത്തിൽ അദ്ദേഹം അതിനു മുമ്പ് എത്രയോ മുമ്പേ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഈ കാലത്ത് വായിച്ചെടുക്കണം. CSDS-ൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് സാർ ഇവിടെ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൊച്ചേട്ടൻ എഴുതിയതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട സ്വപ്നം അംബേദ്കർ കണ്ട സ്വപ്നമായിരുന്നു. അത് സമ്പൂർണ്ണമാകണമെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ജാതിയുടെയും മറ്റു പലതിൻ്റെയും പേരിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന് രാഷ്ട്രീയ അധികാരം കൈവരുന്ന ആ മാത്രയിൽ മാത്രമേ വിമോചനം പൂർണ്ണമാകൂ, ജനാധിപത്യം പൂർണ്ണമാകൂ എന്നുള്ള മഹാസങ്കല്പം ഡോക്ടർ അംബേദ്കർ പറഞ്ഞുവെങ്കിൽ, നമുക്കത് സമ്മാനിച്ചുവെങ്കിൽ, ആ ആശയം നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ മുമ്പിൽ സമ്മാനിച്ച കൊച്ചേട്ടനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്മരണ, അർത്ഥവത്തായ സ്മരണ, ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക്, ആ സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് നമ്മളും കൊച്ചേട്ടൻ്റെ വഴിയിൽ നടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനൊരവസരം വരികയാണ്. അവസരം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സണ്ണി എം കബിക്കാട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട്, ഒരു ഔദ്യോഗിക രാഷ്ട്രീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളത് ഒരു ചെറിയ മാറ്റമല്ല കേരള രാഷ്ട്രീയത്തിൽ. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ. അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കുവാനുള്ള ബാധ്യത കൊച്ചേട്ടനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് കൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ അർത്ഥവത്തായ ഒരു കൊച്ചേട്ടൻ സ്മരണ നമുക്ക് നടത്തുവാനുള്ളൊരവസരമാണ് സംജാതമാകുന്നത്. അത് യാഥാർത്ഥ്യമാകട്ടെ. ഞാനിവിടെ പരസ്യമായിട്ട് പറയുകയാണ്, ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി കൊച്ചേട്ടൻ്റെ സ്വപ്നം, ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഒരു ദിവസമെങ്കിലും ഞാനും ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട്, ഞാനേറെ സ്നേഹിച്ച, എന്നെ അതിലേറെ സ്നേഹിച്ച, എന്നെ ഒത്തിരി പ്രാവശ്യം വിളിക്കുകയും ഞാൻ അങ്ങോട്ട് വിളിക്കുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അഡ്വൈസ് ചോദിച്ച് ആശയപരമായി ഒത്തിരി ക്ലാരിറ്റി എനിക്ക് തന്ന, എന്നെ ഏറെ സ്വാധീനിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ച പ്രിയപ്പെട്ട കൊച്ചേട്ടൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ വളരെ വിനയത്തോടെ ആദരവോടെ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം സംഘാടകരോട് നന്ദിയും കടപ്പാടും അറിയിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.